നാട് മുഴുവൻ പ്രളയത്തിൽ ദുരിതം അനുഭവിക്കുമ്പോൾ വി ഡി സതീശൻ അതാ വിരുന്ന് സൽക്കാരത്തിന് നടക്കുന്നു. നാട്ടിലെല്ലാം സന്തോഷത്തോടെ ചിരിച്ചു കളിച്ച് നടക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു. ഞങ്ങളുടെ പിണറായി വിജയനായിരുന്നെങ്കിൽ, ഞങ്ങളുടെ കപ്പിത്താനായിരുന്നെങ്കിൽ കഞ്ഞിയും പയറും മാത്രം കുടിച്ചുകൊണ്ട് നിലത്ത് കിടന്നേനെ. കുറച്ചു ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലും ചാനൽ ചർച്ചകളിലും പിണറായി വിജയന്റെ ഭരണത്തെ മഹത്വവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ ശക്തമാണ്. പക്ഷേ ഒരു കാര്യം മറക്കരുത്, പിണറായി വിജയനെ പിന്തുടരാനോ അദ്ദേഹത്തിന്റെ ഭരണശൈലി അനുകരിക്കാനോ അല്ല കേരളത്തിലെ ജനങ്ങൾ വി ഡി സതീശനെ തിരഞ്ഞെടുത്തത്. ജനങ്ങൾ ആഗ്രഹിച്ചത് മാറ്റമാണ്. കൂടുതൽ സുതാര്യതയും ഉത്തരവാദിത്വപരവുമായ ജനകീയ ഭരണമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ നടക്കുന്നതും. അല്ലാതെ പിണറായി സ്റ്റൈൽ അല്ല. പുതിയ രാഷ്ട്രീയ സംസ്കാരമാണ് കേരളത്തിന്റെ പ്രതീക്ഷ. അത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഭംഗിയായി നിർവഹിക്കുന്നുണ്ട്. ഇന്നലെ എ റഹീമിന്റെ ഒരു കരച്ചിൽ കേട്ടു. എ റഹീമിന്റെ മാത്രമല്ല, അന്തകമ്മികളുടെ മൊത്തത്തിലുള്ള കരച്ചിലാണ്. എന്താണ് കരച്ചില്? നാട് മുഴുവൻ പ്രളയത്തിൽ ദുരിതം അനുഭവിക്കുമ്പോൾ വി ഡി സതീശൻ അതാ വിരുന്ന് സൽക്കാരത്തിന് നടക്കുന്നു. നാട്ടിലെല്ലാം സന്തോഷത്തോടെ ചിരിച്ചു കളിച്ച് നടക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു. ഞങ്ങളുടെ പിണറായി വിജയനായിരുന്നെങ്കിൽ, ഞങ്ങളുടെ കപ്പിത്താനായിരുന്നെങ്കിൽ കഞ്ഞിയും പയറും മാത്രം കുടിച്ചുകൊണ്ട് നിലത്ത് കിടന്നേനെ. അവിടെ ഈ ദുരിതം അനുഭവിക്കുന്നവരുടെ ദുരിതത്തിൽ പങ്കുചേർന്നേനെ, വെള്ളത്തിൽ കൂടെ ഇറങ്ങി നടന്നേനെ. എന്തൊക്കെയാണ് പറയുന്നത്? ഈ എ റഹീം പറയുന്നത് കേട്ടാ തോന്നും 2018 പ്രളയം നടന്നപ്പോഴും അതിനുശേഷം പലതവണ ഉരുൾപൊട്ടലുകളും പല പ്രകൃതി ദുരന്തങ്ങളും ഈ പറയുന്ന നിപ്പയും കോവിഡും ഒക്കെ വന്നപ്പോ പിണറായി വിജയൻ പട്ടിണി കിടന്നതാണ്, പിണറായി വിജയൻ കഞ്ഞിയും പയറും കുടിച്ച് കിടന്നതാണെന്ന് വിചാരിക്കും. അല്ലല്ലോ. എന്തിനാണ് റഹീമിന് വേറെ യാതൊരു ജോലിയില്ലേ? സർക്കാർ ചെലവില് ഈ പറയുന്ന ഒരു നോമിനേറ്റഡ് MP ആയിട്ട് അവിടെ ഇരിപ്പുണ്ടല്ലോ. എന്തെങ്കിലും നാടിന് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? റഹീം MP ആയിട്ടിരിക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനമുണ്ടോ? ഇനി പോട്ടെ, അന്തംകമ്പികളുടെ കരച്ചിൽ എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് വി ഡി സതീശൻ ഭക്ഷണം കഴിക്കുന്നു, വി ഡി സതീശൻ ചിരിക്കുന്നു, വി ഡി സതീശൻ നടക്കുന്നു. ഈ പ്രകൃതി ദുരന്തം ഉണ്ടായി. ഇന്നലെ പറയുന്ന അപ്രതീക്ഷിത മഴയില് പ്രശ്നങ്ങളുണ്ടായി. ആ പ്രശ്നങ്ങൾക്ക് ഓരോ ജില്ല കേന്ദ്രീകരിച്ച് ഓരോ മന്ത്രിമാരെ ചുമതല ഏൽപ്പിച്ചിട്ട് ആ ചുമതലയുടെ മേൽനോട്ടം നോക്കുന്നത് വി ഡി സതീശൻ തന്നെയാണ്. ഇതിനു മുമ്പ് ഇന്നലെ എ റഹീം പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, മുൻപത്തെ നമ്മൾ കണ്ട് ശീലിച്ചത് അങ്ങനെ അല്ലായിരുന്നു എന്നുള്ളത്. മുമ്പ് കണ്ടത് ശീലിച്ചത് എന്താണ്? നാട്ടിലൊരു പ്രളയം ഉണ്ടെങ്കിലും ഉരുൾപൊട്ടലുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും പിണറായി വിജയൻ നേരെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നിരുന്ന് പറയുവാണ്, അയച്ചാട്ടെ ഇങ്ങോട്ട് അയച്ചാട്ടെ, CMDRF ഇങ്ങ് കോടികൾ ഇങ്ങനെ അയച്ചിട്ട് വേണം ഞങ്ങൾക്ക് ഇവിടെ പല പരിപാടികൾ കാണിക്കാൻ. ഈ കോടികൾ വാങ്ങിച്ച് CMDRF വച്ചതല്ലാതെ 2018 പ്രളയം നടന്നപ്പോ ആ ദുരന്തം അനുഭവിച്ചവർക്ക് എന്തെങ്കിലും ഒരു ധനസഹായം കൊടുത്തിട്ടുണ്ടോ? അതെന്തെങ്കിലും ധനസഹായം കൊടുത്തതിന്റെ ആയിട്ടോ ഈ പറയുന്ന കച്ചവടക്കാർക്കും ഈ പറയുന്ന ബാക്കിയുള്ള ആൾക്കാർക്കും നഷ്ടം നികത്തിയതായിട്ടുള്ള എന്തെങ്കിലും ഒരു കണക്ക് എ റഹീമിന് കാണിക്കാൻ പറ്റുമോ? ഈ കോടികൾ ഗൾഫിലൊക്കെ കിടന്ന ആൾക്കാരും മൊത്തം സർവ്വ ആൾക്കാരും കോടിക്കണക്കിന് പൈസ CMDRF അയച്ചിട്ട് എന്താണ് ചെയ്തത്? എന്തുണ്ടെങ്കിലും. പിന്നെ ഇപ്പം ഈ അന്തംകമ്മികളുടെ കരച്ചിലുള്ള ഏറ്റവും വലിയ കാരണം എന്താണെന്നറിയാവോ? കോൺഗ്രസ് ഭരണത്തിൽ കയറിയതിനു ശേഷം ഉണ്ടായ ഒരു പ്രശ്നത്തിനും യുവന്മാർക്ക് ബക്കറ്റ് എടുത്ത് തെണ്ടാനുള്ള അവസരം കൊടുത്തില്ല എന്നുള്ളതാണ് യുവന്മാരുടെ ഏറ്റവും വലിയ സങ്കടം. മറ്റേത് എന്ത് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും അങ്ങ് ഇറങ്ങുമായിരുന്നു. ബക്കറ്റ് എടുത്ത് തെണ്ടൽ ഒരു വഴി, അല്ലാതെ ഈ പറയുന്ന ചെറുകിട ബിസിനസ്സുകാർ മുതൽ വൻകിട മുതലാളിമാർ വരെയുള്ളവരെ വിരട്ടി പൈസ വാങ്ങിക്കുന്ന യുവന്മാരുടെ പരിപാടിയായിരുന്നു. അതിപ്പം നടക്കുന്നില്ല. അതിനുള്ള ഈ അവസരം കിട്ടുന്നില്ല. കാരണം ഈ പിണറായി വിജയൻ നേരത്തെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാൻ പറയുമ്പോഴായിരുന്നല്ലോ DYFI SFI CPM എല്ലാവരും കൂടെ അങ്ങ് ഇറങ്ങുന്നത്. ഇപ്പൊ അതിനുള്ള അവസരം കിട്ടുന്നില്ല. അതാണ് ഇവന്മാരുടെ ഏറ്റവും വലിയ കുഴപ്പം. വി ഡി സതീശൻ ഒന്ന് പറഞ്ഞു നോക്കട്ടെ, CMDRF എല്ലാവരും സംഭാവന ചെയ്യണമെന്ന് പറഞ്ഞാൽ DYFIയുടെ നേതൃത്വത്തിൽ ഇത്ര കോടി രൂപ കൊടുത്തു എന്ന് പറയാൻ വേണ്ടി ബക്കറ്റ് എടുത്തുകൊണ്ട് ഇറങ്ങും. ആക്രി പറക്കാനും പരിപാടിക്കും ഒക്കെ ഉമാർ ഇറങ്ങിയാണ്. ഇതൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് ഇവന്മാരുടെ സങ്കടം. അല്ലാതെ ഈ നാട്ടിൽ ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നതിലുള്ള യാതൊരു സങ്കടവും ഇവന്മാർക്കില്ല. ഇവന്മാർക്ക് മുതലെടുപ്പ് നടത്താനും ഇവന്മാർക്ക് കക്കാനും മുക്കാനുമുള്ള അവസരം കിട്ടുന്നില്ല എന്നുള്ളതാണ് റഹീമിന്റെയും മൂത്ത അന്തംകമ്മികളുടെയും ഈ പറയുന്ന കൊച്ചു അന്തംകമ്മികളുടെയും ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. മുക്കാനുള്ള അവസരം, നക്കാനുള്ള അവസരം, കക്കാനുള്ള അവസരം കിട്ടുന്നില്ല എന്നുള്ളത് മാത്രമാണ്. വി ഡി സതീശൻ മുഖ്യമന്ത്രി ആണെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ചെയ്യേണ്ട കാര്യങ്ങൾ വി ഡി സതീശൻ ചെയ്തോളും. അത് നീ ഒന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല, റഹീം പഠിപ്പിക്കേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് ഒരു ഇലക്ഷനിൽ പോലും ജയിക്കാതെ നിന്ന ഇലക്ഷനിൽ എല്ലാം തോറ്റ റഹീം, ഒരു പഞ്ചായത്തിൽ പോലും ഒരു പഞ്ചായത്ത് മെമ്പർ ആവാൻ പോലും കഴിവില്ലാത്ത റഹീം, 46 വയസ്സായിട്ടും ഇപ്പോഴും DYFIയുടെ തണലിൽ നിൽക്കുന്ന റഹീം മുഖ്യമന്ത്രി വി ഡി സതീശനെ ഉപദേശിക്കാറായിട്ടില്ല. പിന്നെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. ഇന്നലെ ന്യൂസിൽ ഒരു ആള് പറയുന്നത് കേട്ടു, 2018 നടന്ന ദുരന്തത്തിന്റെ നഷ്ടപരിഹാരങ്ങൾ ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളത്. ആദ്യം നീയൊക്കെ അതൊക്കെ ഒന്ന് പോയി പരിഹരിച്ചിട്ട് വാ.
ആദ്യം അതൊക്കെ ഒന്ന് പരിഹരിച്ചിട്ട് വന്നിട്ട് വി ഡി സതീശനെ ഉപദേശിച്ചാൽ പോരെ? എന്തിന് റഹീമെ? ഇന്നലെ പാതിരാത്രി അപ്പൊ മൊബൈലും എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇരിക്കുവാണ്. അയ്യോ, വി ഡി സതീശൻ അവിടെ പോയി ഇതാ വിരുന്ന് കഴിക്കുന്നു, ഇത് നമ്മളുടെ രീതിക്ക് ചേർന്നതാണോ, നമ്മൾ കണ്ട് ശീലിച്ചതാണോ? നിങ്ങൾ കണ്ട് ശീലിച്ചത് കാണിക്കാൻ വേണ്ടിയിട്ടല്ല വി ഡി സതീശൻ മുഖ്യമന്ത്രിയായിട്ട് വന്നിട്ടുള്ളത്. ഈ അന്തംകമ്മികൾ ഇവിടെ കാണിച്ചിട്ടുള്ളത് കണ്ട് ശീലിച്ച കാര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയിട്ടല്ല. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി വി ഡി സതീശൻ വന്നിരിക്കുന്ന കോൺഗ്രസിന്റെ നിലപാടുകളും കോൺഗ്രസിന്റെ രീതികളും വി ഡി സതീശന്റെ രീതികളും നടപ്പാക്കാൻ വേണ്ടിയിട്ടാ, അല്ലാതെ പിണറായി വിജയനെ അനുകരിക്കാനാണോ ഇവിടെ വി ഡി സതീശൻ വന്നിരിക്കുന്നത്? പിണറായി വിജയനെ അനുകരിക്കാനും പിണറായി വിജയനെ അംഗീകരിക്കാനും പിണറായി വിജയനെ പിന്തുടരാനും ഇവിടെ ആർക്കും താല്പര്യമില്ല. ഇവിടെ കേരളത്തിലെ ജനങ്ങൾക്ക് പോലും താല്പര്യമില്ല. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? റഹീം ആദ്യം സ്വയം നിങ്ങളുടെ ആ മണ്ഡലത്തിലുള്ള അല്ലെങ്കിൽ നിങ്ങൾ നോമിനേറ്റ് ഇതായിട്ട് പോയിട്ടുള്ള MP ആയിട്ടിരിക്കുന്ന സ്ഥാനത്തുള്ള ആൾക്കാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നോക്ക്. റഹീമിന്റെ പ്രവർത്തന മികവുകൊണ്ടാണല്ലോ കാലാകാലങ്ങളായിട്ട് പതിറ്റാണ്ടുകളായി നിങ്ങളുടെ കയ്യിലിരുന്ന വാമനപുരം മണ്ഡലം പൊട്ടി പാളിസായി പോയത്. റഹീമിന്റെ പ്രവർത്തന മികവ് കൊണ്ടാണ്. പറഞ്ഞു മനസ്സിലായോ? റഹീമിന്റെ പ്രവർത്തന മികവ് എന്താണെന്ന് ചോദിച്ചാൽ, ED ആക്രമിച്ച കേസിൽ കുറെ പേര് അകത്ത് കിടക്കുന്നതും SFIയിലെ പിള്ളേരെ പിരികേറ്റി വിട്ട് കുറെ എണ്ണം അകത്ത് കിടക്കുന്നതും അടികൊണ്ടതുമാണ് റഹീമിന്റെ പ്രവർത്തന മികവ്. അതുകൊണ്ട് റഹീം വി ഡി സതീശനെ ഉപദേശിക്കാനും റഹീം വി ഡി സതീശന് മാർഗനിർദ്ദേശം കൊടുക്കേണ്ട കാര്യമില്ല. എന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ 102 MLA-മാരുടെ പിന്തുണയോടുകൂടി ജയിച്ച മുഖ്യമന്ത്രിയായ വി ഡി സതീശന് നോക്കാനറിയാം. ഈ പിണറായി വിജയന്റെയും റഹീമിന്റെയും രാജീവിന്റെയും MP രാജേഷിന്റെയും ഒന്നും ഒരു ഉപദേശത്തിന്റെയും കാര്യമില്ല. അന്തംകമ്മികളുടെ യാതൊരു സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. വി ഡി സതീശൻ എന്തായാലും 5 കൊല്ലം ഇവിടെ മുഖ്യമന്ത്രി ആയിട്ടിരിക്കും. നീയൊക്കെ കിടന്നങ്ങ് മോങ്ങ്. വി ഡി സതീശൻ രാവിലെ അപ്പം തിന്നോ? വി ഡി സതീശൻ പൊറോട്ടയാണോ തിന്നത്? പൊറോട്ടയുടെ കൂടെ ചിക്കൻ ചാറുണ്ടായിരുന്നോ, ബീഫാണോ, അതോ ചാറ് കൂടിപ്പോയോ, സാമ്പാറാണോ എന്ന് നോക്കി നടക്കാതെ നീയൊക്കെ നിന്റെയൊക്കെ കാര്യം നോക്കാൻ നോക്ക്. റഹീം ആയാലും MV ഗോവിന്ദനായാലും ശിവൻകുട്ടി ആയാലും നീയൊക്കെ നിന്റെ കാര്യം നോക്കാൻ നോക്ക്. അല്ലാതെ അന്തംകമ്മികൾ ഈ പറയുന്ന ഫേസ്ബുക്കിൽ കുറെ അന്തംകമ്മികൾ കിടന്ന് ചിലയ്ക്കുന്നതിന്റെ അതിന്റെ അപ്പുറത്ത് കിടന്ന് ചിലയ്ക്കാതെ നീയൊക്കെ നിന്റെ കാര്യം നോക്ക്. കേരളം എങ്ങനെ നോക്കണമെന്നുള്ളത് ഇവിടെ ജയിച്ച സർക്കാരിനറിയാം കേട്ടോ. എന്തായാലും കിടന്ന് മോങ്ങുവാണ്. പിന്നെ അടുത്ത ബുധനാഴ്ചത്തെ പത്രസമ്മേളനം കഴിഞ്ഞ് വയറ് നിറച്ച് നിനക്കൊക്കെ കിട്ടുമ്പോഴും റഹീമും ഈ പറയുന്ന MP രാജേഷും ഈ തൊഴുത്തിക്കുത്ത് ടീമുകൾ അന്തംകമ്മികളെല്ലാം ഇവിടെ തന്നെ കാണാം കേട്ടോ. അന്തംകമ്മികൾ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ 10 വർഷം നിനക്കൊന്നും വാ തുറന്ന് സംസാരിക്കാൻ അവസരം പിണറായി വിജയൻ തരാത്തതിന്റെ സങ്കടവും വിഷമവും ഫ്രസ്ട്രേഷനും ഇപ്പൊ അങ്ങ് തീർക്കുവാന്നാണ് തോന്നുന്നത്. കാരണം കഴിഞ്ഞ 10 കൊല്ലം വാ തുറക്കാൻ യുവമാർക്ക് സാധിച്ചിട്ടില്ല. റഹീമിനും ഈ പറയുന്ന മന്ത്രിസഭയിലെ 21 എണ്ണത്തിനും ഒരു അവസരം പോലും പിണറായി വിജയൻ നൽകിയിട്ടില്ല. ഏകാധിപത്യ ഭരണമായിരുന്നല്ലോ. കിം ജോങ് യുങ്ങിന്റെ കണക്കായിരുന്നല്ലോ ഈ പറയുന്ന കൊറിയയിലെ ഭരണം കണക്കാണല്ലോ പിണറായി വിജയൻ ഭരിച്ചുകൊണ്ടിരുന്നത്. എതിരഭിപ്രായം പറയുന്നവരെ, എതിർ സ്വരം പറയുന്നവരെ വെടിവെച്ച് കൊല്ലുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അത് ഇവിടെ നമ്മൾ ജനാധിപത്യം ആയതുകൊണ്ട് വെടിവെച്ച് കൊല്ലാൻ പറ്റിയില്ല എന്നുള്ളതേ ഉള്ളൂ. അല്ലാത്ത കാര്യങ്ങളെല്ലാം പിണറായി വിജയൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ഫ്രസ്ട്രേഷൻ ഇപ്പോൾ തീർക്കുമായിരിക്കും അന്തംകമ്മികൾ. എന്തായാലും നീയൊക്കെ കിടന്ന് ബഹളം ഉണ്ടാക്കിക്കോ. നിന്റെയൊക്കെ എല്ലാ ബഹളത്തിനും നിന്റെയൊക്കെ എല്ലാ സങ്കടങ്ങൾക്കുമുള്ള മറുപടി ബുധനാഴ്ച കൃത്യമായിട്ട് കിട്ടും. ബുധനാഴ്ചയ്ക്ക് വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. എല്ലാ ബുധനാഴ്ചകൾക്കും വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. കാരണം അന്തംകമ്മികളെ വധിക്കുന്നത് കാണാൻ വി ഡി സതീശൻ വന്ന് അന്തംകമ്മികളെയും ഈ പറയുന്ന നുണകൾ പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങളെയും വധിക്കുന്നത് കാണാനാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ഞാൻ മാത്രമല്ല, കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും വെയിറ്റ് ചെയ്യുന്നത് ഈ വരുന്ന ബുധനാഴ്ചയ്ക്ക് വേണ്ടിയാണ്. അന്ന് അമ്മായിയപ്പന് കാണാൻ വേണ്ടി ഹെലികോപ്റ്ററിൽ പോയതിന്റെ മറുപടി കിട്ടും. നീ ഈ പറഞ്ഞ വിരുന്നിന് പോയി, അതായത് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാതെ വിരുന്ന് കഴിച്ച് നടക്കുന്നു എന്ന് റഹീം പറഞ്ഞതിനുള്ള മറുപടി വി ഡി സതീശൻ കൃത്യമായിട്ട് തരും. എല്ലാ അന്തംകമ്മികളും വെയിറ്റ് ചെയ്തിരുന്നു.